ഉമർ തന്നെ ധീരതയിലും മുഹമ്മദരെ കഴിഞ്ഞേ ഉള്ളൂ അസദ്. അതുകൊണ്ടല്ലേ കണ്ടപാടെ വിറച്ചതോ ജഹല്. ഒരു ചാണിന്റെ പകരത്തന്ന് ഈ പാമിനിൽക്കും സമയം ശഫാഅത്തിന്റെ കരം പിടിക്കാൻ ത്വഹ വരുമേ സദയം. മഹമൂദരേ മഹബൂബരേ പതിമക്ക പൂത്ത മലരേ മഅശുകരേ മശഹൂറരേ തിരുമുത്തനൂറേ. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ ഈ പുണ്യമായ സ്ഥലത്ത് നാം ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ അളവറ്റ അപാര അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് റബ്ബാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെയും അല്ലാതെയും യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമായി പരിചയപ്പെടുത്തിയ ഈ മാസത്തിൽ പുണ്യങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് നമുക്ക് അതിനെ നിറയ്ക്കാനും ഭംഗിയാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലക്ഷോപലക്ഷം വരുന്ന ഹജ്ജാജിമാർ ലോകത്തിന്റെ വിവിധ തുറകളിൽ നിന്നും പരിശുദ്ധമായ കഅബാലയത്തിൽ എത്തിയിരിക്കുന്നു. അവരുടെ അമലുകളിൽ അവർ വ്യാപൃതരായിരിക്കുന്നു. മുഴുവനും നീ സ്വീകരിക്കുന്ന റഹ്മാൻ. ഒരു ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഇടങ്ങേറിലോ തിക്കിലോ തിരക്കിലോ കൂട്ടം തെറ്റിലോ ഒന്നും പെടുത്താതെ അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നീ ചൊരിയണ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോയ കമാലി ഇബ്രാഹിം സാഹിബ് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും പോയ ഫരീദ് സാഹിബ്, ഷാനവാസ് കുടുംബം, അവർക്കെല്ലാവർക്കും മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണം റബ്ബേ. എല്ലാവിധത്തിലുള്ള വിത്തന വസാദ് മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാഹ്. എല്ലാവിധത്തിലുള്ള കഠിനമായ ചൂടുകളെ തൊട്ട് കാക്കണം റഹ്മാനെ. കാരുണ്യവാനായ റഹ്മാനെ, കരുണയുടെ ചെറുകനെ അവർക്കും ഞങ്ങൾക്കും ചൊരിഞ്ഞു നൽകണം റബ്ബേ. പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നല്ല നല്ല അമലുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ. എന്തിനായിരിക്കും അല്ലാഹു തആല യുദ്ധം ഹറാമാക്കിയത്? ഈ മാസങ്ങളിൽ വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ അമലുകൾ ചെയ്താൽ തന്നെ നല്ല പുണ്യമായ അമലുകൾ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ദിവസങ്ങളാണ് ദുൽഹിജ്ജ. പ്രത്യേകിച്ച് 1 മുതൽ 10 വരെ. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കിട്ടുന്നതിനെ പോലെ തന്നെയുള്ള പ്രതിഫലം ഹജ്ജിന് പോകാൻ പറ്റാത്ത പാവപ്പെട്ട ഫക്കീറന്മാരായ മിസ്കീന്മാരായ ദുർബലരായ പാവപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല മഹത്തായ ഈ ദിനരാത്രങ്ങളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയവന് കൊടുക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. ഇന്നലെയായിരുന്നു ദുൽഹിജ്ജ 1. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാള് ജൂൺ 6-ാം തീയതി, ജൂൺ 7-ാം തീയതി ശനിയാഴ്ചയാണ് പെരുന്നാള്. അറഫ ദിനം ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച ഈ സമയത്ത് അറഫ ദിനമാണ്. നമുക്കറിയാം, ഹജ്ജിന് പോയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും അറിയാം, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജിന്റെ എല്ലാ അമലുകളും ചെയ്ത് ഉംറയും തവാഫും സഅയും മറ്റ് അമലുകളെല്ലാം ചെയ്ത് അറഫയിൽ വന്ന് നിൽക്കുന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെ നിൽക്കുന്ന നിൽപ്പിലാണ് അല്ലാഹു തആല അവനെ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപരഹിതനായി മാറ്റുന്നത്. ആ ദിവസത്തിന്റെ പ്രത്യേകത ലോകത്തുള്ള ഹജ്ജിന് വന്നവർക്കോ ഹജ്ജിന് പോയവർക്കോ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിവസമാണ് ഹജ്ജിന്റെ അറഫ ദിനം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് അവിടെ ചെയ്യുമ്പോഴും ഹജ്ജിന്റെ സുബഹി നിസ്കാരത്തിന്റെ അറഫാ ദിനത്തിന്റെ സുബഹി മുതൽ
ലോകത്തുള്ള മുഴുവൻ പള്ളികളിലും ഹജ്ജാജിമാരല്ലാത്ത മുഴുവൻ ആളുകളും എല്ലാവരും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അറഫാ ദിനത്തിന്റെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് ഉടനെ തന്നെ സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ അതിശക്തമായ സുന്നത്താണ്. അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവിടെ അറഫയിൽ നിൽക്കുമ്പോൾ മുഴുവൻ വിശ്വാസികളും നോമ്പുകാരായി അറഫാ ദിനത്തിന്റെ സുന്നത്ത് നോമ്പെടുത്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമലുകളിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു ജനവിശ്വാസമാണ്, ഒരു വിശ്വാസത്തിന്റെ പര്യായമാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാഠമാണ്, ചെറിയ പാഠമല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയിൽ പറയുന്നു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാതുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത ഫലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞ ഒരുപാട് പാഠം പഠിക്കണം. കഴിഞ്ഞ ദിവസം കണ്ടു ഒരു അവർണനായ മനുഷ്യന്റെ ജഡം സവർണനെ കുളിച്ചു മൂടുന്ന ശ്മശാനത്തിൽ കൊണ്ടുപോയി വന്നപ്പോ അവിടെ അടക്കിപ്പിച്ചില്ല, ദഹിപ്പിച്ചില്ല. കാരണം വർഗീയതയാണ്, ജാതീയതയും വർഗീയതയും വർണ്ണവെറിയും ഇന്ത്യ രാജ്യത്ത് പണ്ട് മുമ്പുണ്ടായതിനേക്കാൾ അതീവ ഗുരുതരമായി തന്നെ നിലനിൽക്കുന്ന കാലത്ത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും മനുഷ്യകുലത്തിനോടും ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു പാഠമാണ് ഹജ്ജ്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും മുതലാളിയാണെങ്കിലും വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഇസ്ലാമിൽ ഒരൊറ്റ മന്ത്രം ധ്വനിച്ചുകൊണ്ട് രണ്ട് മുഴം എന്താണ് രണ്ട് തുണിമുണ്ടുകൾ ഉടുത്തുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തെ വലയം ചെയ്ത് ലക്ഷോപലക്ഷങ്ങൾ ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നും തവാഫ് ചെയ്യുമ്പോൾ അവിടെ ഉടമസ്ഥനെന്നില്ല, അവിടെ യജമാനെന്നില്ല, അവിടെ പാവപ്പെട്ടവനെന്നില്ല, മുതലാളിയായ മനുഷ്യന്റെ എന്താണ് അവന്റെ തലാലം കൊണ്ടുപോയി വെക്കുന്നത് അവന്റെ വീട്ടിലെ വേലക്കാരൻ സുജൂദ് ചെയ്യുമ്പോ ആ സുജൂദിന്റെ തൊട്ടുപിറകിലാണ് ആ മുതലാളിയായ മനുഷ്യൻ അവന്റെ തല കൊണ്ടുപോയി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വെക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വർണ്ണവെറിയില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പ്രത്യേകതയില്ല, എല്ലാവരും സമന്മാരാണ്. എന്തിനേറെ പറയുന്നു, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ 5 വഖത്തുള്ള നിസ്കാരം. ഈ നിസ്കാരത്തിലേക്ക് വരുന്ന മുഅ്മിനീങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും തോളോട് തോളൊരുമി ഒരു പാവപ്പെട്ടവനെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ലാതെ ഒരേ പായിലതാ ഒരേ മുസല്ലയിൽ ഒന്നാമത്തെ സഫിൽ തന്നെ നിലയുറപ്പിക്കുമ്പോൾ ലോകത്തിനുള്ള പാഠമാണ്. ഇസ്ലാമിൽ വർണ്ണവെറിയില്ല, ഇസ്ലാമിൽ വിവേചനമില്ല. ശഫീഉനാ റസൂലുള്ളാഹി വേറൊരു മതത്തിലും കാണാൻ പറ്റില്ല. താഴ്ന്ന ജാതിക്കാരൻ വന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അതാ ഒരു പെൺകുട്ടിയെ ഒരു പട്ടി കടിക്കാൻ വന്നു. ആ പെൺകുട്ടിയെ പട്ടി കടിക്കാൻ വന്നപ്പോൾ റോട്ടിലൂടെ പോയ എന്താണ് ഒരു താഴ്ന്ന ജാതിക്കാരിയായ പെണ്ണ് വണ്ടി നിർത്തിയിട്ട് ആ പട്ടിയെ ഓടിച്ചു കളഞ്ഞ് കുട്ടിയെ കടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. പക്ഷേ കുട്ടി അടുത്തുള്ള വീട്ടിൽ ചെന്ന് കയറിയപ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തു വന്നു നോക്കുമ്പോൾ ഈ അവർണനായ അതായത് താഴേക്കിടയിലുള്ള പാവപ്പെട്ട ഒരു പെണ്ണാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് പോലും ആ പെണ്ണിനെ ആ രക്ഷപ്പെടുത്തിയ തള്ളയെ ആക്രമിക്കുന്ന മോശമായ ഒരു ദൃശ്യമാണ് പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റും. വർണ്ണവെറി എന്നത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ 10 ദിവസവും സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യൽ അതിശക്തമായ സുന്നത്താണ്.
എല്ലാ ദിവസവും ദുൽഹജ്ജ് ഇന്നലെ മുതൽ തുടങ്ങി പെരുന്നാളിന്റെ അന്ന് വരെ എല്ലാ ദിവസവും വൽ ഫജ്രി വലയാലിൻ നശർ എന്ന സൂറത്ത് പാരായണം ചെയ്യണം. അത് ശക്തിയായ സുന്നത്താണ്. അതുകൊണ്ട് ഗുണം നിബിധങ്ങൾ പറയുന്നു, ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ നിങ്ങൾക്കത് ഉപകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ന സൂറത്ത് പതിവായി ചെല്ലണം. പിന്നെയോ സമ്പത്തിലുള്ള വർധനവ്. നമ്മുടെയൊക്കെ ആഗ്രഹം നമുക്ക് നല്ല സമ്പൽ സമൃദ്ധമായി മക്കൾക്കും ഭാര്യയ്ക്കും എന്നാണ്, കുട്ടികൾക്കും ഉമ്മാക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല നിലയിൽ അധ്വാനിച്ച് കുടുംബം പോറ്റി ജീവിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മുടെ ഒക്കെ ആഗ്രഹം അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നബിതങ്ങൾ പറയുന്നു, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ സ്വലാത്തുകൾ കൊണ്ട് നിങ്ങൾ അതിനെ ധന്യമാക്കണേ. കാരണം അത് നിങ്ങളുടെ സമ്പത്ത് വർധനവിന് കാരണമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ധാരാളം ഉണ്ടാവും. ഉളിഹിയത്ത് അറക്കുന്ന നമ്മൾ ഓരോ നാടുകളെടുത്ത് പരിശോധിച്ച് നോക്കിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉളിഹിയത്ത് അറക്കുന്ന മഹല്ല് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടന്തറ മുസ്ലിം ജമാഅത്താണ്, പെരുമ്പാവൂര്, എറണാകുളം ജില്ലയിൽ. നിങ്ങൾ പോയി ഒന്ന് പരിശോധിച്ച് നോക്കിയോ, ഏറ്റവും മുന്തിയ തരം ഉരുവിനെ ഏറ്റവും സുന്ദരമായ ഒരു 100, 120, 140 ഇല്ലാത്ത, അടുത്ത സമീപകാലത്തൊന്നും 140 വലിയ ഉരുക്കളില്ലാത്ത ഒരൊറ്റ വലിയൊരു നാളും കാണാൻ പറ്റില്ല. ഏറ്റവും സമ്പൽ സമൃദ്ധമായി ഇന്ന് നമ്മുടെ വർത്തമാന കാലത്ത് കാണാൻ പറ്റുന്ന ഒരു മഹല്ലാണ് കണ്ടന്തറ മുസ്ലിം ജമാഅത്ത്. ആ ജമാഅത്തിൽ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, അവിടെ ഉളുഹിയത്ത് അറക്കുന്നതിന് അവർ എത്ര സമ്പത്ത് മാത്രമാണ് ചെലവഴിക്കുന്നതെന്ന്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? സമ്പൽ സമൃദ്ധമായി ആ നാടിനെ അല്ലാഹു തആല അലങ്കരിച്ചു, അനുഗ്രഹിച്ചു. അവരുടെ സമ്പത്തിൽ അല്ലാഹു പിന്നെയും 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 ഒരു മടിയും കൂടാതെ ഏറ്റവും നല്ലത് എന്റെ ആയിരിക്കണം, ഏറ്റവും നല്ലത് ഞങ്ങളുടെ കുടുംബത്തിലെ ആയിരിക്കണം എന്നുള്ള ഒരു നെയ്യത്തിൽ അല്ലാഹുവിന് ബലിയർപ്പിക്കാൻ അവർ ചെലവഴിക്കുന്ന സമ്പത്തെന്നറിയണമെങ്കിൽ പെരുപെരുന്നാൾ ദിവസം ആ മഹല്ലിലൊന്ന് പോയി നോക്കണം. ഈ വിനീതൻ അവിടെ പോകാറുണ്ട്, ഭാര്യ വീട് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റും, വളരെ കൃത്യമായി തന്നെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മുന്നിലേക്ക് വരുന്നതല്ലാതെ താഴേക്ക് പോകുന്ന ചരിത്രമില്ല. നബിതങ്ങൾ പറയുന്നു, ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യുന്ന അമലുകളാണ്. നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ അമലുകൾ ഈ മാസത്തിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ തിന്മകൾ ചെയ്യരുത്. നന്മകൾ ചെയ്യാത്തവനെ അവൻ പോലും ദുർഗുണനാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ചെയ്യണം നമ്മൾ സദഖകൾ, ദാനധർമ്മങ്ങൾ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ പോയി കാണണം, അവരോട് വിശേഷങ്ങൾ ചോദിക്കണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, അവരുടെ വസിയത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അവർക്ക് ഗുണം ചെയ്യണം. മാതാപിതാക്കൾ അതുപോലെ കൂടപ്പിറപ്പങ്ങൾ എല്ലാവർക്കും നമ്മൾ ഗുണങ്ങൾ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ. എപ്പോഴും നമ്മൾ നന്മകൾ അധികരിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പ്രത്യേകത അറഫയും അറഫ ദിവസവും അതുപോലെ തന്നെ ഈ 9ാമത്തെ ദിവസമായ അറഫ ദിവസവും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്നു. ഒരുപാട് പ്രത്യേകതകൾ സംഗമിക്കുന്ന, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളുടെയും കുടുംബത്തിൽ ഉമ്മമാർ 1 മുതൽ 9 വരെ നോമ്പായിരിക്കും. വളരെ ഫർള് നോമ്പ് ഖളാ ഉള്ളവർ അവരുടെ നോമ്പുകൾ ഖളാ വീട്ടാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരുപാട് കൂലിയുണ്ടതിന്.
ഖളാ വീട്ടുന്ന കൂലിയും കിട്ടും, ആ സുന്നത്ത് നോമ്പ് വീട്ടിയ കൂലിയും കിട്ടും, അതിന്റെ പകലിനെ ബഹുമാനിച്ച കൂലി കിട്ടും. ഒരു സഹോദരൻ ചോദിച്ചു, ഉദ്ഹിയ്യത്തിന്റെ മൃഗം അറുക്കുമ്പോൾ ഉസ്താദെ അതിനകത്ത് അക്കീഖ കൂടി കരുതാൻ പറ്റുമോ? കരുതാൻ പറ്റും. ആടിനെ അറക്കുമ്പോ പറ്റൂല. ചെറിയ ഒരു ആടിനെയാണ് അക്കീഖ അറക്കാൻ ഉദ്ദേശിച്ചത്, ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതിനകത്ത് അക്കീഖ കരുതാൻ പാടില്ല, അത് ഹറാമാണ്. ഉദ്ഹിയ്യത്തിന് പറ്റുന്ന നല്ല ഒരു വലിയ ഉരുവാണ്, ഒരു 100 കിലോയിൽ കുറയാത്ത ഒരു ഉരുവാണെങ്കിൽ ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ കൂടെ തന്നെ ഇതെന്റെ സുന്നത്തായ എന്റെ കുട്ടിയുടെ അക്കീഖയാണെന്ന് കൂടെ മനസ്സിൽ കരുതിയാൽ അതും കൂടെ അതിന്റെ കൂടെ നടക്കുമെന്നാണ് ഹദീസുകളിൽ കാണാൻ പറ്റുന്നത്. ഇതുപോലെ നമ്മൾ ഫർള് നോമ്പ് ഖളാ വീട്ടുമ്പോ സുന്നത്ത് നോമ്പ് അതിന്റെ കൂടെ എന്താണ്, സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോ ആ ദിവസത്തിൽ ഫർള് നോമ്പ് കൂടെ ഖളാ ഇത് വീട്ടാൻ നിയ്യത്ത് വെക്കും പോലെ. അപ്പൊ അതുകൊണ്ട് ചെറിയ ആടിനെ അറുത്തിട്ട് അത് രണ്ടും കൂടെ പറ്റൂല. വലിയ ഉദ്ഹിയ്യത്തിന്റെ മൃഗം ഏകദേശം ഒരു 100 കിലോയെങ്കിലും കുറയാത്ത ഒരു മൃഗമാണെങ്കിൽ ഇതെന്റെ കുട്ടിയുടെ സുന്നത്തായ അക്കീഖയോ സുന്നത്തായ അക്കീഖയും സുന്നത്തായ ഉദ്ഹിയ്യത്തും എന്നവൻ നിയ്യത്ത് ചെയ്യുമ്പോൾ അത് രണ്ടും ആ മൃഗത്തിലൂടെ അവന് ലഭിക്കുന്നതാണ്. ഇനി ഒരാൾ ഉദ്ഹിയ്യത്തിന് നേർച്ചയാക്കിയാലോ ഒരു കഷ്ണം പോലും അതിൽ അവൻ എടുക്കാനും പാടില്ല. അതിൽ നിന്ന് അവൻ വിതരണം ചെയ്യുന്നത് ഫക്കീറും മിസ്കീനുമാണെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ആ ഉദ്ഹിയ്യത്തിന്റെ ഭക്ഷണമാംസം അവന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നെയ്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അറക്കാൻ പോകുന്ന ഈ സുന്നത്തായ അക്കീഖയാണ്, സുന്നത്തായ ഉദ്ഹിയ്യത്താണെന്ന് മനസ്സിൽ കരുതണം. സുന്നത്തായ ഉദ്ഹിയ്യത്ത് എന്ന് മനസ്സിൽ കരുതിയാൽ അതിന്റെ 1/3 ഭാഗം അവൻ എടുക്കൽ അനുവദനീയമാണ്. അപ്പൊ 75 കിലോ ഉള്ള ഒരു പോത്തിന്റെ 25 കിലോ അവന് എടുക്കൽ അനുവദനീയമാണ് എന്നും പറഞ്ഞ് അത് മൊത്തം എടുക്കണമെന്നല്ല, അത്രയും അനുവദനീയമാണ് 1/3 ഭാഗം എടുക്കൽ. അത് ശക്തിയായി. അപ്പൊ ആ ദിവസത്തില് ഈ പ്രത്യേകമായി ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ തിന്മകളോ ഹറാമുകളോ തെറ്റുകളോ ഒന്നും ചെയ്യാൻ പാടില്ല, യുദ്ധം പോലും ചെയ്യാൻ പാടില്ലെന്ന് അല്ലാഹു തആല ഖുർആനിൽ വിലക്കിയ മാസമാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് ഹജ്ജിന്റെ മാസമാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ എന്താണ് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇങ്ങനെ ഈ 4 മാസങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ ഒന്നും ചെയ്യരുത്, നന്മകൾ അധികരിപ്പിക്കുക. ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ 10 രാത്രികളാണ്, യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസമാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ ആട് മാട് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പിനും മറ്റുള്ള കർമ്മങ്ങളിൽ അതീവ ശ്രേഷ്ഠമായ സുന്നത്തുണ്ട്. അത് എല്ലാവരും നിർബന്ധമായും നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ നോമ്പ് പിടിക്കുക, അല്ലാത്തവർ മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട്, സദഖ കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ദിക്ർ കൊണ്ടോ സലാത്ത് കൊണ്ടോ ഒക്കെ അവന്റെ സമയം ചെലവഴിക്കണം. അതുപോലെ വർഷാവസാനം ആ വർഷത്തിന്റെ ആരംഭത്തിൽ ചെയ്യുന്ന ദുആക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്. അല്ലാഹു തആല ചെയ്യുന്ന മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ ഉദ്ഹിയ്യത്തിന്റെ മൃഗം അത് മഹ്ശറയിൽ സിറാത്ത് പാലത്തിലെ വാഹനമാണ്. രോമങ്ങൾ സ്വർണവും, കണ്ണ് മാണിക്യവും, കൊമ്പ് പൊന്നുമാണെന്നാണ് ഹദീസുകളിലുള്ളത്. അറുമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അല്ലാഹു അത് സ്വീകരിക്കും. ഓരോ രോമത്തിനും പകരം ഒരു നന്മ ലഭിക്കും. അപ്പൊ ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഇരുലോക ആപത്തുകൾ തടയും. സുന്നത്തായ സദഖയേക്കാൾ ഉദ്ഹിയ്യത്ത് മഹത്തായ സുന്നത്തായ ഒന്നാണ്. അതുകൊണ്ട് എല്ലാ നന്നായി അതിനെ എത്രമാത്രം അതിനെ തടിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം അതിനെ പരിപാലിച്ച് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, തീറ്റയിട്ട് കൊടുത്ത്, വെള്ളം കൊടുത്ത്, മഴയത്തൊന്നും കെട്ടാതെ അതിനെ നന്നായി പരിപാലിച്ച് ഇതെന്റെ ഉദ്ഹിയ്യത്തിന്റെ മൃഗം മഹ്ശറയിൽ എന്റെ സിറാത്ത് പാലത്തിലെ എന്താണ് വാഹനമാണെന്ന് മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് അറക്കുന്ന മുഅ്മിനിന് അല്ലാഹുവിന്റെ അർഹമായ സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും
ആ മൃഗങ്ങളെ നന്നായി പരിപാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നല്ല അമലുകൾ ചെയ്യണം. പ്രത്യേകിച്ച് അടുത്ത വെള്ളിയാഴ്ചയാണ് അറഫാ ദിനം. അന്ന് നോമ്പ് പിടിക്കൽ ശക്തിയായ സുന്നത്താണ്. ഫർള് നോമ്പ് ഖളാ ഉള്ളവരൊക്കെ ആ ദിവസത്തിൽ ഖളാ വീട്ടാനും പ്രത്യേകമായി മറക്കരുത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മാസവും നടത്തി വരുന്ന സ്വലാത്ത് ഈ വരുന്ന ഞായറാഴ്ച ജൂൺ 1-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ ഹലാലായ മുറാദുകൾ ഹാസിലാക്കാൻ 100 രൂപ. സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവന 3000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. മുറാദുകൾ ഹാസിലാവാൻ സ്ഥലത്തിന് ദുആ ചെയ്യാൻ വേണ്ടി ഒരു മോതിരം നമ്മുടെ പള്ളിക്ക് സദഖ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർറാഹിമീനായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ സ്വലാത്ത് നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ തന്നു. സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണം അല്ലാഹ്. ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള സമയമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. നീ കബൂലാക്കണം റബ്ബേ. മുറാദുകൾ ഹാസിലാക്കണം റബ്ബേ. രോഗങ്ങൾ ശിഫയാക്കണം അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണം അല്ലാഹ്. കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മുറാദുകൾ ഹാസിലാവാൻ ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞു. കബൂലാക്കണം അല്ലാഹ്. എന്ത് മുറാദാണെങ്കിലും നീ ഹാസിലാക്കണം റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണം റബ്ബേ. മക്കളെ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 3000 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്. മക്കളെ സ്വീകരിക്കണം അല്ലാഹ്. കുടുംബത്തെ അനുഗ്രഹിക്കണം അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. അപകട മരണങ്ങൾ പെടുമരണങ്ങളെല്ലാം തട്ടി നീക്കണം അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. കണ്ണെത്താ ദൂരത്ത് വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കണം റബ്ബേ. ഒരു സഹോദരി അതിലേക്ക് ഒരു മോതിരം തന്നിട്ടുണ്ട്. സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ജാരിയായി സദഖയാക്കണം റബ്ബേ. ഈ സ്ഥലം പള്ളിക്ക് വേണ്ടി നിലകൊള്ളുന്നിടത്തോളം അതിന്റെ പ്രതിഫലം അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവരുടെ ഭർത്താവിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടുത്തെ മക്കളിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് എത്തിക്കണം റബ്ബേ. അവിടുത്തെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണം റബ്ബേ. അല്ലാഹുവേ, അവരുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും സഹോദരനും പരീക്ഷ എഴുതുന്ന മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ റബ്ബേ. പരീക്ഷകൾ എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നു. എല്ലാ പഠനങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. മക്കളെ നീ സംരക്ഷിക്കണം അല്ലാഹ്. എല്ലാ വിധത്തിലുള്ള വെള്ളങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്നും കാക്കണം റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ സ്വലാത്തിൽ വരുന്ന ഞായറാഴ്ചയാണ്. പങ്കെടുക്കുന്ന